ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾ പ്രാപിക്കേണ്ടതാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾ പ്രാപിക്കണം. ഈ ബൈബിളിലോട്ട് വരുമ്പോൾ, ദൈവവചനത്തിലോട്ട് നമ്മൾ ഇറങ്ങി വരുമ്പോൾ, ദൈവത്തെക്കുറിച്ച് അറിയും തോറും നമ്മൾ ദൈവത്തോട് അടുത്തുകൊണ്ടേ ഇരിക്കുന്നതായി കാണുവാൻ കഴിയും. നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയും തോറും ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നതായി കാണുവാൻ കഴിയും. യേശുവിനെ അറിയും തോറും അകലം വിടാതെ, അകലം നമ്മൾ പാലിക്കാതെ വേണം ദൈവത്തിലോട്ട് അടുക്കുവാൻ മനസ്സ് കാണിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. നമ്മൾ ദൈവത്തെ അനുഭവിച്ചു തുടങ്ങുമ്പോഴാണ് ജീവിതത്തിൽ യേശു ആരാണെന്നുള്ള ആ വെളിപ്പാട് നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത്. യേശു കർത്താവ് ബഥാന്യയിൽ ലാസറിന്റെ ഭവനത്തിൽ യേശു വരുമ്പോൾ, അല്ലെങ്കിൽ ആ കുടുംബത്തെ യേശു സ്നേഹിക്കുമ്പോൾ, ആ കുടുംബം യേശുവുമായുള്ള ബന്ധത്തിനകത്തോട്ട് പ്രവേശിച്ചു വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, അവിടെ ഈ പറയുന്ന മറിയയും മാർത്തയും യേശുവിന്റെ അടുക്കൽ ആളയച്ചിട്ട് ഇങ്ങനെ ഒരു പോയിന്റ് പറയുന്നുണ്ട്: നിന്റെ ദാസൻ, ഞങ്ങളുടെ സഹോദരൻ, നിന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ രോഗത്താൽ രോഗം പിടിച്ച് ക്ഷീണിച്ച് മരിക്കാൻ കിടക്കുന്ന ഒരു അനുഭവമുണ്ട്. എന്താ കാര്യം? നീ തിരിച്ചറിയണം, യേശു സ്നേഹിക്കുന്ന ആ സ്നേഹം ആ സഹോദരിമാർ തിരിച്ചറിയാണ്ടായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. സഹോദരിമാർ യേശു തന്നെ സ്നേഹിക്കുന്ന, തങ്ങളുടെ കുടുംബത്തെ യേശു സ്നേഹിക്കുന്ന ആ സ്നേഹത്തെ അവർ തിരിച്ചറിഞ്ഞിട്ട് പറയുകയാ, നിന്റെ സ്നേഹിതൻ, യേശുവിന്റെ അടുക്കൽ ആളയച്ചിട്ട് പറയുകയാണ്, നിന്റെ സ്നേഹിതൻ, നിന്റെ പ്രിയൻ രോഗത്താൽ മരിക്കാറായി കിടപ്പുണ്ടെന്ന് അറിയിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹത്തിലോട്ട് കടന്നു വരുന്നവർ അകപ്പയാകുന്ന സ്നേഹത്തിനകത്തോട്ട് കടന്നു വരുമ്പോ അകലം വിട്ടു മാറാതെ യേശുവിനോട് കൂടെ ഒരു പടി കൂടെ അടുക്കുവാനായി തീരും. അതുകൊണ്ടല്ലേ പാട്ടുകൾ പാടുന്നത്, അകലം വിട്ടു മാറാതെ ഒരു പടി കൂടെ അടുക്കുവാൻ, അല്പം കൂടെ ഒന്ന് അടുക്കുവാൻ, എനിക്ക് അങ്ങ് അനുഭവിക്കുവാനുള്ള കൃപ എന്റെ മേൽ പകരണമേ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. ഇവിടെയാണ് കർത്താവുമായുള്ള ആ സ്നേഹത്തിനകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ലോകത്തിലോട്ട് കണ്ണുപോലില്ല പ്രിയരെ. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ലോകമോഹങ്ങളിൽ കുടുങ്ങിപ്പോകാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും കർത്താവിനെ വിട്ട് ലോകത്തിലോട്ട് കുരുങ്ങിപ്പോകാൻ കഴിയില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുവിനെ അറിയുക എന്നുള്ളതാണ്. ഈ യേശുമായുള്ള ഈ പ്രേമബന്ധം, യേശുമായുള്ള പ്രേമബന്ധം നമ്മൾ മനസ്സിലാക്കണം. ഈ യേശുമായുള്ള ആ പ്രേമബന്ധം, സ്തോത്രം, വിട്ടു പിരിയാൻ കഴിയാത്ത ബന്ധം. യേശുമായി എനിക്ക് വിട്ടു പിരിയാൻ കഴിയാത്തൊരു ബന്ധം. ഇവിടെ ഇരിക്കുന്ന പ്രിയരെ,
നിങ്ങൾ ഓരോ വ്യക്തികളും തിരിച്ചറിയണം, നിങ്ങൾക്ക് യേശുവുമായുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടുപിരിയാൻ കഴിയാതെ വണ്ണം അടുക്കണമെങ്കിൽ നമ്മുടെ അകത്ത് എന്ത് വെളിപ്പെടണം? അറിവ് വെളിപ്പെടണം. ആരെ കുറിച്ചുള്ള അറിവാ വെളിപ്പെടേണ്ടത്? ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ നമ്മൾ പ്രാപിക്കണം. അത് പ്രാപിക്കണമെങ്കിൽ ആ കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയങ്ങളിൽ അത് നിറയ്ക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അറിവില്ലാതിരിക്കുന്ന നഥനയേലിന്റെ അടുക്കലോട്ട് ഫിലിപ്പോസ് വന്നിട്ട് പറയുന്നു, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ഒരുവനില്ലേ, പ്രവാചകന്മാർ കുറിച്ചു വെച്ച ഒരുവനില്ലേ, ആ മശിഹയെ, ആ യേശുവിനെ, പുതിയ നിയമം സൃഷ്ടിക്കാൻ വന്ന, ക്രൂശിക്കപ്പെടാൻ പോകുന്ന ആ രക്ഷകനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ആ ക്രൂശിക്കപ്പെടാൻ പോകുന്ന ആ രക്ഷകനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അത് മറ്റാരുമല്ല, കേട്ടോ, യോസേഫിന്റെ പുത്രനെന്ന് പേർ വിളിക്കപ്പെടുന്ന, മറിയയിലൂടെ വെളിപ്പെട്ടു വരുന്ന ഒരുവന, അവന എന്റെ രക്ഷകൻ. ഹല്ലേലൂയ. ആ രക്ഷകനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഒരിക്കൽ ഫിലിപ്പോസ് യേശുവിനോട് ചോദിച്ചു, യേശുവേ, നീ പോകുന്ന ഇടം ഞങ്ങൾക്ക് അറിയില്ല. നീ പോകുന്ന ഇടം, കാരണം യേശു മരിക്കുന്നതിന് മുമ്പേ, ക്രൂശിക്കപ്പെടാൻ പോകുന്നതിന് മുമ്പേ, കഷ്ടാനുഭവത്തിന് മുമ്പേ യേശു ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോകുന്നു കേട്ടോ, നിങ്ങൾ കലങ്ങി പോകരുത്. നിങ്ങൾ കലങ്ങാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കലങ്ങി പോകരുത്. ഞാൻ പോകുന്നു. പക്ഷേ ഞാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് ശിഷ്യൻ യേശുവിനോട് ചോദിച്ചു, ഗുരു, നീ എങ്ങോട്ടാ പോകുന്നത്? നീ പോകുന്ന വഴി ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് നീ എങ്ങോട്ട് പോകണം ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളെ ഒന്ന് കാണിച്ചു തരണം. യേശു തിരിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനുമാകുന്നു. എന്നിലൂടെ അല്ലാതെ ഒരുവൻ പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. തീർന്നില്ല. എന്നിട്ട് യേശു പറഞ്ഞു, ഈ സമയത്ത് ഫിലിപ്പോസ് യേശുവിനോട് ചോദിച്ചു, ഗുരു, നീ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ, എന്നാൽ ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണമേ. യേശുവിനോട് ശിഷ്യൻ ചോദിക്കുകയാ, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാൽ മതി കേട്ടോ. ഹല്ലേലൂയ. ഈ പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ യേശു തിരിച്ച് ശിഷ്യനോട് ഒരു പോയിന്റ് പറഞ്ഞു, ഫിലിപ്പോസേ, എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. വെളിപ്പാട്. ഫിലിപ്പോസേ, എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. ഒരിക്കൽ ഒരു വചനത്തിൽ അത് ഇങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെന്നറിയാമോ? പുത്രനെ അറിഞ്ഞവൻ പിതാവിനെ അറിഞ്ഞിരിക്കുന്നു. യേശുവിനെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പിതാവിനെ അറിഞ്ഞിരിക്കുന്നു. എന്തിനാണ് യേശുവിനെ ഒരുവൻ അറിയണമെന്ന് പറയുന്നത്? യേശുവിനെ അറിയാത്തവൻ പിതാവിന്റെ അടുക്കൽ എത്തത്തില്ല. യേശുവിനെ അറിയാത്തവൻ പിതാവിനെ അറിയുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം, നമ്മൾ യേശുവിനെ അറിയുന്നു എങ്കിൽ ആ അറിവ് ആരിലോട്ടാ പോകുന്നത്? പിതാവിലോട്ടാണ് അറിവ് പോവുകയാ. നാം യേശുവിനെ അറിയുമ്പോൾ ആ അറിവ് പോകുന്നത് പിതാവായ ദൈവത്തെ അറിവിലോട്ട്, ആ ദൈവിക അറിവിലോട്ടാണ് ദൈവം നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ദൈവത്തിന്റെ പരിജ്ഞാനം എന്നാൽ എന്താണ്? ക്രിസ്തുവിനെ അറിയുക. ദൈവത്തിന്റെ ജ്ഞാനം അത് ക്രിസ്തുവാണ്. പരിജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെ പിതാവിനെ അറിയുക, മറഞ്ഞിരിക്കുന്നതായ രഹസ്യത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ ദൈവത്തെ അറിയുന്നതിന് മുമ്പ് ദൈവത്തെ അറിയാമോ? നമുക്ക് ദൈവത്തെ അറിയുന്നതിന് മുമ്പ് യേശുവിനെ കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? യേശുവിനെ അനുഭവിച്ചിട്ടുണ്ടോ? എന്നാൽ യേശുവിനെ അറിഞ്ഞ് യേശുവിലോട്ട് വന്നപ്പോൾ, ആരാധനയ്ക്ക് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ യേശു ആരാണെന്ന് നമ്മൾ ഗ്രഹിക്കാനിടയായി തീർന്നു. ഇവിടെയാണ് തിരിച്ചറിയേണ്ടത്. അപ്പോൾ ദൈവത്തെ, യേശുവിനെ അറിയുക ഏറ്റവും വലിയ കാര്യമാണ്. അതൊരു ജ്ഞാനമാണ്. ഒരിക്കൽ സിനിമാ നടനായ പ്രേംകുമാർ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യനെ പറഞ്ഞു, യേശുവിനെ അറിയുന്നതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ജ്ഞാനം. യേശുവിനെ അറിയുന്നതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത്. അല്ലാതെ എന്തോ ലോകത്തിലെന്തോ കണ്ടുപിടിച്ചതല്ല വലിയ ജ്ഞാനമെന്ന് ലോകം മുഴുവൻ കൊട്ടിഘോഷിക്കുമ്പോൾ, നീ ആകാശമണ്ഡലത്തിൽ ചിറക് ധരിച്ച് ആകാശമണ്ഡലം വരെ പറന്നുയർന്ന
ക്രിസ്തുവിനെ അറിഞ്ഞ് നീ ക്രിസ്തുവിലാകണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാണ് പ്രിയരെ. നീ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിന്റെ പാത പിന്തുടരുമ്പോൾ നീ പോലും അറിയാതെ വണ്ണം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനമാണ്. ശത്രുക്കൾ നിന്നെ വലം വച്ച് നിന്നെ ഓടിച്ച് നിന്നെ കൊന്നുകളയുവാൻ ശത്രുക്കൾ നിനക്കെതിരെ പതിയിരിക്കുന്നു. അവർ നിന്നെ അടിച്ച് നിന്നെ നേരായ പാതയിൽ എന്ന് വെച്ചാൽ ക്രിസ്തു നിന്നെ ഏത് പാതയിൽ നടത്താൻ ആഗ്രഹിക്കുന്നുവോ ആ പാതയ്ക്കകത്ത് കൊണ്ടുവരുന്നത് നിനക്ക് ചുറ്റും ശത്രുക്കൾ പാതയിൽ ഇരുന്നുകൊണ്ട് ശത്രുക്കൾ നിനക്കെതിരായി വെളിപ്പെടുമ്പോൾ ഇനി അവർ അടിച്ച് ക്രിസ്തുവിന്റെ നേരായ പാതയിലോട്ട് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നത്, അതുകൊണ്ട് ദാവീദ് വിളിച്ചു പറഞ്ഞത്, എന്നെ ശത്രുക്കൾ നിമിത്തം എന്നെ നേരായ പാതയിലോട്ട് വഴി നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. പ്രിയരേ, ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, എല്ലാം നശിച്ചു, എല്ലാം തീർന്നു, എല്ലാം കൈവിട്ടു, എല്ലാവരും വഴിമാറിപ്പോയി, ഞാൻ ഏകനായി ഒറ്റയ്ക്ക് നിൽക്കുന്നു. പക്ഷേ നമുക്ക് അറിയാത്ത രഹസ്യമുണ്ട്. നിന്നെ വിളിച്ച ദൈവം നിന്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ട്. നിന്നെ തനി അവൻ വിടില്ല, ഒറ്റയ്ക്ക് വിടില്ല. ഭൂലോകത്തിന്റെ സഹായിപ്പാൻ ആരുമില്ലെങ്കിലും നിന്നെ സഹായിക്കുവാൻ നിന്നെ രക്ഷിച്ച ഒരു നാഥൻ, നിന്റെ രക്ഷകൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് ഇറങ്ങി വരാം. നിന്നെ കരുതുവാൻ, നിന്നെ രക്ഷിക്കുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പാടുന്നത്, എഴുതിയിൽ വീണാലും ആ വീണ ഞാനേകനല്ല. എഴുതിയിൽ വീണാലും ആ വീണ ഞാനേകനല്ല. വീഴുന്നതു തീരല്ല, യേശുവിൻ കരങ്ങളില. വീഴുന്നതു തീരല്ല, യേശുവിൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിന് ഞാൻ ചോദിക്കുകയില്ല, എന്റെ നന്മയ്ക്കെന്ന് ഞാൻ അറിയുന്നു. പ്രിയരേ, കഷ്ടത സഹിപ്പാനുള്ള കൃപ ദൈവം തരും. ഓ ദൈവ പൈതൽ മനസ്സിലാക്കണം, കഷ്ടത ഉണ്ട്, നിശ്ചയം കഷ്ടതയുണ്ട്, കണ്ണുനീർ ജീവിതത്തിൽ ഉണ്ട്. പക്ഷെ കർത്താവ് സഹിപ്പാനുള്ള കൃപ നിനക്ക് തരും. എന്റെ കഷ്ടത മാറണമെന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അധികം നീ പ്രാർത്ഥിക്കേണ്ടത് ഇതിനെ ജയിക്കാനുള്ള അധികാരം, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കഷ്ടം മാറണമെന്ന് പ്രാർത്ഥിക്കാതെ കഷ്ടത്തെ ജയിക്കാനുള്ള ആത്മാവിന്റെ വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഹനമോ തീരുമ്പോ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല.
കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഹല്ലേലൂയ. കഷ്ടങ്ങൾ വരുമ്പോ അയ്യോ കഷ്ടമെടുത്ത് മാറ്റണം ദൈവമേ എന്ന് പ്രാർത്ഥിക്കാതെ, കഷ്ടം വരുമ്പോ അതിനെ ജയിക്കാനുള്ള ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി കൊതിക്കുന്ന തലമുറയായി മാറട്ടെ. കഷ്ടം മാറുന്നതിനേക്കാൾ നല്ലത് അതിനെ ചവിട്ടി മെതിക്കുന്നതാണ് നല്ലത്, അധികാരം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഹല്ലേലൂയ. നീ തിരിച്ചറിയണം. കർത്താവ് പറയുന്നു, ചിലരോടൊക്കെ കർത്താവ് പറയുന്നു, നീ അറിയുന്നില്ലയോ ഒരു ദൂതാണ്, നീ അറിയുന്നില്ലയോ നിന്റെ കൈക്ക് ഞാൻ പിടിച്ചിട്ടുണ്ട്, നീ അതിനെ ചവിട്ടി മെതിക്ക്, നീ അതിനെ ചവിട്ട്, അതിനെ ജയം ഞാൻ നിനക്ക് തരും, നിശ്ചയ അതിനെ ചവിട്ടി നടക്കുക. സ്വർഗ്ഗം നിനക്ക് അധികാരം നൽകുകയാ. ചവിട്ടി നടക്ക്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ മാറി നിൽക്കില്ല, നിന്റെ കൈക്ക് ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പാ യേശു അപ്പാ, അങ്ങേ എനിക്ക് ഏറെ ഇഷ്ടമാ. അപ്പാ യേശു അപ്പാ, അങ്ങേ എനിക്ക് ഏറെ ഇഷ്ടമാ. അപ്പൻ എന്നെ ശാസിച്ചാലും നല്ലതിനായി രൂപാന്തരം വരും, അതു നിശ്ചയം. അപ്പൻ എന്നെ ശാസിച്ചാലും നല്ലതിനായി രൂപാന്തരം വരും, അതു നിശ്ചയം. അപ്പാ യേശു അപ്പാ, അങ്ങേ എനിക്ക് ഏറെ ഇഷ്ടമാ. ആ ബന്ധം കണ്ടോ? അപ്പോഴുമായുള്ള ബന്ധം, ജീവിതത്തിൽ യേശുമായുള്ള ബന്ധത്തിനകത്തോട് പ്രവേശിച്ചാൽ, യേശുമായുള്ള ബന്ധത്തിനകത്ത് പ്രവേശിച്ചാൽ മനസ്സിലാക്കണം പ്രിയരെ, കർത്താവുമായുള്ള ബന്ധമുണ്ടല്ലോ, അത് പിരിയ ബന്ധമാണ്. ലോകത്തിലെ എല്ലാ ബന്ധവും പിരിയും. മാതാപിതാക്കൾ പിരിയും, മക്കൾ പിരിയും. ഈ ലോകം ഒരു നാൾ നിന്നെ അവസാനമായിട്ട് ശവപ്പറമ്പിൽ കൊണ്ടുപോയി ശവപ്പെട്ടിക്കകത്ത് വെച്ച് ടാറ്റ പറഞ്ഞ് പിരിയും. എന്നാൽ പ്രിയം വെച്ച നാഥൻ പിരിയുകയില്ല, പ്രിയം വെച്ച കർത്താവ് പിരിയുകയില്ല. എന്റെ കർത്താവ് നിന്നോട് കൂടെ. ഒരു നാളും വിട്ടു പിരിയാത്തൊരു നാഥനുണ്ടെങ്കിൽ ആ യേശു മാത്രം. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശ ജ്ഞാനം പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശ ജ്ഞാനം പ്രാപിപ്പാൻ. അത്ഭുതം അവൻ കൃപയെ ഓർക്കുമ്പോൾ ഉള്ളം തുള്ളുന്നേ. അത്ഭുതം അവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദിയോടെ ഉള്ളം തുള്ളുന്നു. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു മാറാത്ത ദൈവമാണ്. അതിന് കൂടെയുള്ള പ്രിയർ കൈമാറും. പ്രിയർ നമ്മെ കൈവിട്ട് മാറിപ്പോകും. ഹല്ലേലൂയ. നമ്മുടെ